സമഗ്രമായി പരിശോധിച്ചാൽ 2025 ചീഫ് ജസ്റ്റിസുമാരുടെ പേരുകൾക്ക് അതീതമായി നിരാശാജനകമായ ഒരു വർഷമായിരുന്നു എന്ന് കാണാം. ഈ വർഷം കോടതിയുടെ ഒരു ദാർശനിക ഗതി എന്തായിരുന്നു എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. 2025 സുപ്രീം കോടതിയുടെ പ്രവർത്തനം പരിശോധിച്ചാൽ നിയമവൈജ്ഞാനിക രംഗത്ത് ഭരണഘടനാ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ദിശാബോധം നമുക്ക് കാണാൻ കഴിയില്ല. ഭരണകൂട താൽപ്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ജുഡീഷ്യറിയെയാണ് ദൃശ്യമാകുന്നത്. കീഴ്വഴക്കങ്ങളും പിന്തുടർന്നു പോകുന്ന നടപടിക്രമങ്ങളും അട്ടിമറിച്ചുകൊണ്ട് ജുഡീഷ്യൽ അച്ചടക്കത്തെ അസ്ഥിരപ്പെടുത്തുന്ന നടപടികൾ ഉണ്ടായതായി കാണാം. കൊളീജിയത്തിൻ്റെയും നിയമനങ്ങളുടെയും സ്ഥലം മാറ്റങ്ങളുടെയും കാര്യത്തിൽ ഐച്ഛികവും ഭരണകൂട താൽപ്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നതുമായ പ്രത്യക്ഷ ചെയ്തികൾ സാധാരണമായി. നമ്മുടെ നീതിന്യായ സംവിധാനം ഒറ്റനോട്ടത്തിൽ ഏകാധിപത്യ പ്രവണതകൾ പ്രദർശിപ്പിക്കുന്നില്ല എങ്കിലും കൂടുതൽ അപകടകരമായ സൂക്ഷ്മദർശനത്തിൽ മാത്രം പ്രകടമാകുന്ന ഒരുതരം നിസ്സംഗത വ്യാപരിക്കുന്നുണ്ട്. പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള വിമുഖത, കോടതിയുടെ നിരീക്ഷണങ്ങളിലും വർത്തമാനങ്ങളിലും പോലും അത് വ്യക്തമാണ്. ഭരണഘടനാ ധാർമ്മികതയെക്കുറിച്ചും ജ്ഞാനോദയ മൂല്യങ്ങളെക്കുറിച്ചും ജനാധിപത്യത്തിൻ്റെ വികാസത്തെക്കുറിച്ചും രാഷ്ട്രീയവും സാമൂഹികവുമായ നീതിയെക്കുറിച്ചും വാചാലമാകേണ്ട കോടതി മുറികളിൽ സ്വദേശി വിധിന്യായം പോലുള്ള അപഹാസ്യമായ പരികൽപ്പനകൾ ആഘോഷിക്കപ്പെടുകയാണ്. കേവലമായ ഭരണനിർവഹണ നടപടികൾക്കപ്പുറം ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന നീതി എന്ന സങ്കല്പത്തെ സാക്ഷാത്കരിക്കുന്നതിനുള്ള മാർഗമായി നീതിന്യായ സംവിധാനം സ്വയം വീണ്ടെടുക്കേണ്ടതുണ്ട്. ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ പൗരസമൂഹത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാടുകളാണ് കോടതി സ്വീകരിക്കേണ്ടത്, അല്ലാതെ യാന്ത്രികമായ നിഷ്പക്ഷതയല്ല. പൊതുസമൂഹത്തിൽ വിശ്വാസ്യത ഉണ്ടാകണമെങ്കിൽ ജുഡീഷ്യറിയിൽ സുതാര്യത കൊണ്ടുവന്നേ മതിയാകൂ. സാമൂഹികവും രാഷ്ട്രീയവും പാരിസ്ഥിതികവുമായ വിഷയങ്ങളിൽ ഭരണഘടനാ ധാർമ്മികതയുടെ, ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൻ്റെ, നീതിയുടെ പക്ഷത്ത് നിൽക്കുവാൻ കോടതിക്ക് കഴിയണം. സാങ്കേതികത്വം കൊണ്ട് നീതിയെ ഞെരുക്കി ഇല്ലാതാക്കുന്ന സമീപനം നിരാകരിക്കുവാൻ തയ്യാറാകണം. ജനാധിപത്യം ശോഷിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കോടതി പാലിക്കുന്ന നിസ്സംഗത കുറ്റകരമാണ്. ഭരണഘടനയ്ക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയില്ല. കോടതിയെയാണ് നമുക്ക് ആശ്രയിക്കാൻ കഴിയുക. ഭരണഘടന ഐച്ഛികമായ അധികാരത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ജനകീയ രേഖയാണെന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കുവാൻ 2026 നമ്മുടെ കോടതികൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. നന്ദി.